Can I touch? Hello. Touch. Elamadi. One day I'll meet you. അങ്ങനെ ഞങ്ങൾ ചെന്നൈക്ക് പോകാം. ഞാനും അനുവണ്ണും കൂടെ ചെന്നൈക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരെ നമ്മളെ കൊണ്ടുവരാൻ വന്നത്. ഞങ്ങൾ ചെന്നൈക്ക് പോവാണ്. ഇനി ടാറ്റ. അങ്ങനെ ഞങ്ങൾ ചെന്നൈക്ക് തമിഴ്നാട്ടിൽ വന്ന ഹായ് കാണിക്കണം. ഞങ്ങൾ അങ്ങനെ വന്നെത്തി ഏലൂടെ കയറി. ഇവരെ നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടുക കേട്ടോ. നെക്സ്റ്റ് മീറ്റ് യു. എന്റെ വ്ളോഗ് ഒരു ഹായ് പറ, ഒരു ഹായ് പറ. നെക്സ്റ്റ് ഫുഡ് കഴിക്കണം. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വണ്ടി ഒപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വണ്ടി കയറിയിട്ട് നേരെ ചെറുക്കൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചെന്നൈയുടെ ഒരു സൈഡിലെ തെരുവുകളിലൂടെ വിത്ത് വ്യൂ എക്സ്പ്ലോറിങ് പ്ലസ് ഫുഡ് എക്സ്പ്ലോറിങ് പ്രീമിയർ റെസ്റ്റോറൻ്റ് ഒക്കെ കഴിക്കും. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളിലോട്ട് നമ്മൾ പോകും. അപ്പോൾ അതിന് ഞങ്ങളങ്ങനെ ബസ്സിനകത്ത് കയറി പറഞ്ഞ് കണ്ടെത്താൻ കുറേ കഷ്ടപ്പെട്ട് ബസ്സിന്. ഒരാൾ പറയും ഇവിടുന്ന് അങ്ങോട്ട് പോകും, അടുത്ത പറയും അവർക്ക് ഇങ്ങോട്ട് വാ. അവസാനം കണ്ടുപിടിച്ച് 515 ബസ് കണ്ടുപിടിച്ച് കയറി. ഇനി ഏകദേശം 3/4 മണിക്കൂർ ആയതുകൊണ്ട് ഇവിടെ നാട്ടിൽ വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞാണ് എനിക്ക് ബാക്കി ഒരുപാട്. ഹലോ, നമ്മളെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മള് തിരക്കിൻ്റെ അടുത്തെത്തി. ഇനി നേരെ വീട്ടിൽ പോകണം, പോയി കിടന്ന് ഉറങ്ങണം. വന്നെത്തി. ഞങ്ങൾ ആദ്യം 9 മണി കറക്റ്റ് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ലൊക്കേഷനിലെത്തി, ലൊക്കേഷൻ കണ്ടെത്തി. പക്ഷേ എന്തിനു കഴിക്കണം വിചാരിച്ച് ഈ സ്ട്രീറ്റിനകത്തൂടെ കുറേ നേരമായിട്ട് ഇരുന്ന് കറങ്ങുന്നത്. ഒരു ഹോട്ടലില്ല. നമ്മുടെയൊക്കെ ഇവിടെ ഹോട്ടലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡിലെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ എല്ലാവരും മറ്റേ ഓരോ ജംഗ്ഷൻസിലുള്ള കൊച്ചു കൊച്ചു കടകളില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു. വേറെ ഒന്നുമില്ല. ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് മനസ്സിലായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, ഉച്ചയ്ക്ക് ശേഷം മറ്റേ മീൽസ് ഐറ്റംസ് ഒക്കെ വരുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ മസാല ദോശ വെച്ച് നമുക്ക് കണ്ടു. ഫുഡ് നീ കഴിച്ചിട്ടുണ്ട്. കേസ് മസാല ഇരിക്കണം, കള്ളി കൊടുക്കണം. ചട്നി ചട്നി കാബൂളി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ദിസ് ഈസ് അവർ ബില്ലും പോയിട്ട് നേരെ പോകേസ് ലൊക്കേഷനിലോട്ട്. ഗൈസ് അങ്ങനെ ഞങ്ങളെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഫുഡ് കുഴപ്പമില്ല. ചായ ഫുഡ് കഴിക്കണം. ബില്ലെടുത്ത് 42 രൂപ ഒരു ചായക്ക്. പത്തൽ അത്രയും പൈസ കൊണ്ടുവരില്ല ഒരു ചായക്ക്. 42 രൂപയുടെ ചായ കുടിച്ചത് ആദ്യമാണ്. ഞാൻ കുടിച്ചില്ല. പിന്നെ ചായ ആരും കുടിക്കണം പറഞ്ഞത് വേറെ എന്തൊരു ടേസ്റ്റ് ഒന്നും ഇല്ല. ഒരു 42 രൂപയുടെ ചായ കുടിച്ച മനുഷ്യൻ രാവിലെ പൈസ അഫോർഡബിൾ ആയിരിക്കും. ഞങ്ങൾ എന്നിട്ട് ചോദിച്ചു ഇതിനകത്ത് സ്പെഷ്യൽ വല്ല മിൽക്കാണോ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലാണ്. ഒരു സ്പെഷ്യലും ഇല്ലെന്ന്. പക്ഷേ 42 രൂപ. അവിടുത്തെ പരിപാടി ഇനി ക്ലിയറായി, സെറ്റായി. ഇനി നമ്മൾ ഇന്നെ തിരിച്ചു പോയപ്പം അടുത്തൊരു ഊബർ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ മെട്രോ അവിടെ തന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചാടി കാറിലാക്കി. എന്തായാലും സർപ്രൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഊബർ കഴിഞ്ഞ് ഇറങ്ങി അടുത്തൊരു ബസ് പിടിച്ച് തിരുവാൻമയൂർ പോവുകയാണ്. ഗൈസ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞില്ല, മനസ്സിലാവുന്നെങ്കിൽ കമന്റ് ആവും. തിരുവാൻമയൂർ അവിടെ ചെന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം അടുത്ത നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതൊരു ബസ്സിൽ നേരെ അങ്ങോട്ട് പോകാം. ഞങ്ങളങ്ങനെ ഒരു ഷെയർ ഓട്ടോ പിടിച്ച് ഷെയർ ഓട്ടോ എക്സ്പീരിയൻസ് അത് മീരാങ്കൽ വരെ പോവുകയാണ്. ഷെയർ ഓട്ടോ എക്സ്പീരിയൻസ് വണ്ടിക്കകത്ത് കയറാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഗൈസ് ഞങ്ങൾ താണ്ട് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്താലോ? ഗൈസ്
ഞാനിപ്പോൾ ഒരു ബോർഡ് കാണിച്ചില്ല, എനിക്ക് വായിക്കാൻ അറിയത്തില്ല തമിഴ്. അവിടെ എത്തിയിട്ട് നിങ്ങൾ നേരെ ആ റോഡ് സ്ട്രെയിറ്റ് അകത്ത് കയറി പോവുക. അവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തും ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പം ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ നീലാങ്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ് ഞങ്ങൾ വണ്ടി പിടിച്ച് ഒരു ഷെയർ ഓട്ടോയിൽ നൈസായിട്ട് ഇവിടെ വന്നു. ഇവിടുന്ന് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഇളയ ദളപതി വിജയെ കാണാൻ വീടോട് ഗേറ്റ് പാക്കുന്നതൊക്കെ തമിഴൊക്കെ വിജയുടെ വീടൊന്ന് കണ്ടു. പുള്ളി അവിടെ ഇല്ലെന്നാണ് ഞങ്ങൾ വരാൻ നേരത്തുള്ള ഷെയർ ഓട്ടോയിലുള്ള ആൾക്കാർ എല്ലാവരും പറഞ്ഞത്. ഗേറ്റിന്റെ അവിടെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഗേറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ്. അതെ, ഇവിടെ ചെന്നൈയിൽ വരെ വന്ന് ഇത്രയും ഒരു ദിവസം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോയി കണ്ടില്ലെങ്കിൽ എന്നൊരു ചോദ്യം തരരുത്. അതെ, നീയൊക്കെ എന്താ പോവാഞ്ഞെന്ന് ആരും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു വന്നു. ഇനി വീട്ടിന്റെ അവിടെ വരെ എത്തിയാൽ മതി. സോ കുറച്ച് നടക്കാണ്ട് ഞങ്ങൾ വീട്ടിന്റെ അവിടെ എത്തിയിട്ട് വരാം. ഇനി പിന്നെ ഫൈനലി ഗൈസ് അങ്ങനെ നമ്മുടെ ഇളയ ദളപതി വിജയ് സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തി. വീടും കയറിക്ക് ഇവിടുന്ന് 2 ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം ഗൈസ്. സോ ഹാപ്പി. ഇത് 3 ആളുടെ ഉണ്ടല്ലേ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ വന്ന് ഇനി ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണം. ഇവിടെ വരെ വരാൻ പറ്റൂ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളു വരാനായിട്ട്. ക്യാൻ ഐ ടച്ച് വൺ ഡേ ഇനി പുള്ളിനെ നേരിട്ടും കൂടെ കാണണം. ദളപതി വൺ ഡേ വരുന്നു, ഐ വിൽ മീറ്റ് യു. എന്തെങ്കിലുമൊക്കെ നടക്കും ഗൈസ്. ഇനി നമുക്ക് 2-3 ഫോട്ടോസും കൂടെ എടുത്തിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാം ഗൈസ്. അവിടെ ഭയങ്കര വീഡിയോ കോൾ ഇത് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. സോയസ് ഇനി പിന്നെ വരാം. ടാറ്റാ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ചെന്നൈ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഞങ്ങളുടെ കൊല്ലത്തെത്തി. ഇനി അടുത്ത ബസ് പിടിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഞാൻ ഇവിടെ വായിക്കട്ടെ. ഇനി ചെന്നൈ വ്ളോഗ് നെക്സ്റ്റ് ട്രിപ്പ് ഒരെണ്ണം കൂടെ വരും, അത് കാണാൻ ടാറ്റ. ഇത്ര വായിക്കാം.